എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെന്നിസ് ഈപ്പനാണ്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കവിയൂരുള്ള കോട്ടൂരുള്ള നാഴിപ്പാറയിലുള്ള പാറയിൽ ഇലക്ട്രിക്കൽ കട നടത്തുന്ന ബീച്ചു എന്ന ആളുടെ വീട്ടിലാണ്. നമുക്ക് ഇവിടെ ഒരു പുതിയൊരു വിശേഷം നടക്കുന്നുണ്ട്, അതൊന്ന് കാണുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഹലോ ബീജ. ഹലോ ബീജ, വലിയൊരു വിശേഷം കേട്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഒരു കിളി താമസിക്കുന്നു എന്ന് കുറെ വർഷങ്ങളായി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്കൊന്ന് കിളിയെ കണ്ടാലോ? കിളി ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഇരിപ്പുണ്ട് രാവിലെ. ഇത് നമ്മൾ ഡിസംബർ 25 കഴിഞ്ഞിട്ട് ജനുവരി 1 തീയതിയോടുകൂടി ഇത് വരും കിളി. അപ്പൊ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞിട്ട് അത് മുട്ടയിട്ട് കിളിക്കൂടൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ ഇട്ട് കുട്ടികളായതിനു ശേഷം പോയതിനു ശേഷമാണ് നമുക്ക് ഈ ട്രീ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ട്രീ വർഷങ്ങളായി, എത്ര വർഷമായെന്ന് പറഞ്ഞാൽ 2-3 വർഷമായിട്ട് ഇങ്ങനെ 3 വർഷമായിട്ട് ക്രിസ്മസിന്റെ സമയത്ത് ഈ കിളി ഇവിടെ വന്നിരിക്കുകയും കൂടുകൂട്ടുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രീ ഇവിടുന്ന് മാറ്റാനേ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലാണ്. നല്ല സൗന്ദര്യമുള്ള ഒരു കിളി തന്നെയാണ്. കിളികളെ പേര് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല, എങ്കിലും നല്ല സൗന്ദര്യമുള്ള ഒരു കിളി. ഏത് ഇനത്തിലാണെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ എന്റെ വൈഫാണ് അതിന് തീറ്റി കൊടുക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്, അത് കുടിക്കുന്നുണ്ട്. കുടിച്ചിട്ട് വന്നിട്ട് തിരിച്ചിവിടെ വന്നിരിക്കും. ജോൺസിച്ചാന്റെ സഹോദരനാണ് ജോൺസിച്ചാൻ. അതിനെപ്പറ്റി കിളിയെ പറ്റി 2 വാക്ക്. ഡെന്നീസ്, ഇതൊരു തികച്ചും കൗതുകകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ചില കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചില കിളികളുടെയാണ് അതിൻ്റെ ആ ഒരു ഘ്രാണശക്തിയും അതിൻ്റെ ആ ഒരു ഓർമ്മയും ആ ദിവസം തന്നെ ഒരു ഇത്ര വർഷം കഴിഞ്ഞത് വരികയും എന്തുമാത്രം അതൊരു കൗതുകരമായ കാഴ്ചയാണ്. കാരണം പ്രകൃതിയും ജീവജാലങ്ങളും കിളികളും ഒക്കെ ചില കാര്യങ്ങൾ നമ്മുടെ നിർവചനത്തിനകത്ത് അപ്പുറമായിട്ടുള്ള ചില ശക്തികൾ അതിനുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതൊക്കെ. വളരെ തീർച്ചയായും കൗതുകരമായ കാഴ്ച. ഡെന്നീസ് വന്നത് വീഡിയോയിൽ പകർത്തുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഇങ്ങനെയുള്ള കൗതുകരമായ കാഴ്ചകളാണല്ലോ നമ്മൾ ഇതുപോലെ ഓരോന്നും നമുക്ക് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്. ഇതൊരു നല്ല ഉദ്യമം തന്നെയാണ്. എല്ലാ ആശംസകളും. പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം ചേർന്നാണല്ലോ ഒരു പ്രകൃതി ഇണങ്ങിയ സമൂഹം. എല്ലാം വളരെ ശുഭകരമായിട്ട് തന്നെ നീങ്ങട്ടെ. നല്ല കൗതുകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, വളരെ സന്തോഷം ബീജ, നമ്മളോട് സഹകരിച്ചതിന് ഏറ്റവും നല്ല സന്തോഷം. ഇത് എല്ലാരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, അതിനാണ് ബീജാന്റെ അടുക്കലോട്ട് വന്നത്. ഓക്കെ, വളരെ നന്ദി.